CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സിനിമാ സ്റ്റൈലിൽ ലഹരി വിൽപ്പന സംഘത്തെ കീഴടക്കി ഡാൻസ് ഓഫ് സംഘം. കനോലി കനാലിൽ ചാടിയ പ്രതിയെ അന്വേഷണ സംഘം സാഹസികമായാണ് പിടികൂടിയത്. 21 കിലോ കഞ്ചാവും സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തു. സിന്തറ്റിക് ട്രാക്കിൽ ഇനി പോരാട്ടത്തിന്റെ ദിനങ്ങൾ. പുരുഷ, വനിതാ, ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിലായി കരുത്തളക്കാൻ കായിക പ്രതിഭകൾ. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കൊളേജിയേറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളത്ത് ആവേശകരമായ തുടക്കമായി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള ദ്വാദശി പണ സമർപ്പണം നടന്നു. ഞമനങ്ങാട് തണ്ടേങ്ങാട്ടിൽ കുടുംബക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന്റെ വാതിൽ പൂട്ടുപൊളിച്ച് ബിംബത്തിൽ ചാർത്തിയ 3 സ്വർണ്ണത്താലി കവർന്നു. ദേശീയ സരസ് മേളയ്ക്ക് കലയുടെ കവാടങ്ങൾ ഒരുക്കി കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരിയുടെ കയ്യൊപ്പ്. ജനുവരി 2 മുതൽ 11 വരെ ചാലിശ്ശേരി മുരയമ്പറമ്പത്തുകാവ് മൈതാനത്തരങ്ങേറുന്ന ദേശീയ സരസ് മേളയ്ക്ക് കലയുടെ ആത്മാവ് പകർന്നുകൊടുക്കുന്നത് കലാസംവിധാനത്തിന് സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ അജയൻ ചാലിശ്ശേരിയാണ്. വേലൂർ കുറുമാൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് ഗുരുതര രോഗാവസ്ഥയുള്ളവർക്ക് ധനസഹായം നൽകി. വേലൂർ പഞ്ചായത്തിലെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ നിർവഹിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 12,008 നാളികേരം എറിഞ്ഞുള്ള വേട്ടേക്കരൻ പാട്ട് ജനുവരി 3 ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച അക്ഷരോത്സവത്തിന് സമാപനമായി. കുന്നംകുളത്ത് പിണ്ടിപ്പെരുന്നാൾ സമുചിതമായി ആഘോഷിക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ ആലോചനാ യോഗം ചേർന്നു. 2026 ജനുവരി 5, 6 തീയതികളിലായാണ് ഇത്തവണത്തെ പിണ്ടിപ്പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിലെ വിശുദ്ധ ലാസറിന്റെയും വിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് വിശ്വാസികൾക്ക് നൽകാനുള്ള നേർച്ച പാക്കറ്റുകൾ തയ്യാറായി. 2026 ജനുവരി 1, 2, 3, 4 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ജനുവരി 3 പേരന്റ്സ് കാർണിവൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സൈക്കിൾ യാത്രാവാരത്തോടനുബന്ധിച്ച് ഞായറാഴ്ച ജീവ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ ഓട്ട മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂനമുച്ചി സത്സംഗിന്റെ നവവത്സരാഘോഷം കണ്ടാണശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണമെന്നും തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് കുന്നംകുളത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ AITUC നടത്തിയ പ്രതിഷേധ ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജെയിംസ് റാഫേൽ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം സ്ഥാപക നേതാക്കളിൽ ഒരാളും ചാവക്കാട് പ്രവാസി ക്ഷേമ സഹകരണ സംഘം സ്ഥാപക നേതാവുമായിരുന്ന AC ആനന്ദൻ അനുസ്മരണത്തോടനുബന്ധിച്ച് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കൈമാറി. കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്ത് ഫെലോഷിപ്പിന്റെ 15ാമത് മെഗാ ബൈബിൾ ക്വിസ് ഫലം പ്രഖ്യാപിച്ചു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ജനപ്രതിനിധികളെ ആദരിച്ചു. കൂറ്റനാട് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ചാവക്കാട് പുതിയ പാലത്തിന് സമീപമുള്ള വോൾഗ ഗ്രൗണ്ടിൽ ടൗൺഹാൾ നിർമ്മിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ച് കായിക പ്രേമികൾക്കായി ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കണമെന്ന് SDPI ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിശ്വവിഖ്യാത എഴുത്തുകാരൻ സയ്യിദ് അബ്ദുൾ ആലമൗദിയുടെ 6 വാല്യങ്ങളടങ്ങുന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ ഒരു സെറ്റ് ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കമ്മിറ്റി കുന്നംകുളം നഗരസഭ ഏകലവ്യൻ സ്മാരക ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിലേക്ക് ഉപഹാരമായി നൽകി. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് നിറവ് 2025ന്റെ ഭാഗമായി കാട്ടകമ്പൽ പഞ്ചായത്തിലെ 1ാം വാർഡിലെ പാടശേഖര സമിതി നടത്തുന്ന കോൾപ്പാടങ്ങൾ സന്ദർശിച്ച് ഞാറ് നട്ടു. അൻസാർ വിമൻസ് കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 7 ദിവസത്തെ പ്രത്യേക ക്യാമ്പിന് കരിക്കാട് അല്ലമീൻ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ തുടക്കമായി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.